ജമ്മുവിലെ മൗലാന ആസാദ് സ്റ്റേഡിയത്തിൽ നടന്ന പൊതുചടങ്ങിൽ പ്രധാനമന്ത്രി 30,500 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, റെയിൽവേ, റോഡ്, വ്യോമയാനം, പെട്രോളിയം, ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ നിരവധി മേഖലകളുമായി ബന്ധപ്പെട്ടതാണ് പദ്ധതികൾ. പരിപാടിയിൽ ജമ്മു കാശ്മീരിലേക്ക് ഗവൺമെന്റ് ജോലിയിലേക്കും പുതിയതായി നിയമിക്കപ്പെട്ട 1,500 പേർക്കുള്ള നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. വികസിത് ഭാരത് വികസിത് ജമ്മു പരിപാടിയുടെ ഭാഗമായി വിവിധ ഗവൺമെന്റ് പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. രാജ്യത്തുടനീളമുള്ള വിദ്യാഭ്യാസ നൈപുണ്യ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള സുപ്രധാന ചുവടുവെപ്പായി ഏകദേശം 13,375 കോടി രൂപയുടെ നിരവധി പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. IIT ഭിലായ്, IIT തിരുപ്പതി, IIT ജമ്മു, IITDM കാഞ്ചീപുരം എന്നിവയുടെ സുസ്ഥിര ക്യാമ്പസ്, കാൺപൂരിൽ നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള മുൻനിര നൈപുണ്യ പരിശീലന സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിൽക്സ്, കേന്ദ്ര സംസ്കൃത സർവകലാശാലയുടെ ദേവപ്രയാഗിലും അഗർത്തലയിലുമുള്ള 2 ക്യാമ്പസുകൾ എന്നിവ രാജ്യത്തിന് സമർപ്പിക്കുന്ന പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ജമ്മു കാശ്മീരിലെ ആദ്യ ഇലക്ട്രോണിക് ട്രെയിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഫ്ളാഗ് ഓഫ് ചെയ്തു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം പ്രധാനമന്ത്രിയുടെ 2ാമത്തെ കാശ്മീർ സന്ദർശനത്തിനിടെയാണ് മെമു ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇന്ത്യൻ റെയിൽവേ ഇന്നു മുതൽ ബനിഹാൽ, ഖാരി, സംഗൽദാൻ സെക്ഷനിൽ ട്രെയിൻ സർവീസ് ആരംഭിക്കും. ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തതിനോടൊപ്പം ബിനിഹാരിയിൽ നിന്ന് സംഗൽദാനിലേക്കുള്ള 48 കിലോമീറ്റർ നീളമുള്ള വൈദ്യുതീകരിച്ച റെയിൽവേ പാതയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. BJP സർക്കാർ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിനു ശേഷം വലിയ പുരോഗതിയാണ് ജമ്മു കാശ്മീരിൽ ദൃശ്യമാകുന്നത്. ടൂറിസം മേഖലയിൽ തന്നെ വലിയ ഉണർവാണ് കാണുന്നത്. താഴ്വാരങ്ങൾ തമ്മിലുള്ള ട്രെയിൻ പോലുള്ള പൊതുഗതാഗതത്തിൽ ബന്ധപ്പെടുത്തുന്നതിനും കാശ്മീരിലേക്ക് വരുന്ന യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ കുതിപ്പാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.